കൂട്ടുകാരെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലായിടത്തും കേൾക്കാനുള്ളത് മുല്ലപ്പെരിയാറിനെ കുറിച്ചല്ലേ? അപ്പോൾ അത് പൊട്ടിയാനുള്ള ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലുള്ളൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ലോകം മുഴുവൻ വെള്ളം കൊണ്ട് നിറയുന്നു. അതിനുശേഷമുള്ള ഒരു ലോകവും അതിനെ അതിജീവിക്കുന്ന മനുഷ്യരുടെയും കഥ. 1995 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് മൂവിയാണ് വാട്ടർ വേൾഡ്. ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറയുന്നു. അത് കാരണം ഇപ്പോൾ ലോകത്തെവിടെ മണ്ണില്ല, മരങ്ങളും ചെടികളും പക്ഷികളും മൃഗങ്ങളുമില്ല. ആകെയുള്ളത് ഉപ്പു നിറഞ്ഞ കടൽ വെള്ളം മാത്രം. രക്ഷപ്പെട്ടു പോയ മനുഷ്യർ മുഴുവനും ഇപ്പോൾ ആ വെള്ളത്തിന്റെ മുകളിലായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ കുടിക്കാനായിട്ട് അവർക്കൊരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. കഴിക്കാനായിട്ട് പച്ചക്കറികളുമില്ല, പഴങ്ങളുമില്ല. ആകെയുള്ളത് കുറച്ച് മീനുകൾ മാത്രം. അവർ എങ്ങനെയായിരിക്കും ഇതിനെയെല്ലാം അതിജീവിക്കുന്നത്? ഇനിയും പഴയതുപോലെ മണ്ണിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കുമോ? ഇതെല്ലാം വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 100% വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഭൂമിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്റാർട്ടിക്കയിലുള്ള ഐസിലെ ഗ്ലോബൽ വാർമിംഗ് അധികമായത് കാരണം അവിടെ ഉണ്ടായിരുന്ന ഐസ് മുഴുവൻ ഉരുകി മാറുന്നു. അതിന്റെ ഫലമായിട്ടാണ് ലോകം മുഴുവൻ വെള്ളം കൊണ്ട് മൂടിപ്പോയത്. മരങ്ങളും ചെടികളും കെട്ടിടങ്ങളും അങ്ങനെ മനുഷ്യർക്ക് ഉള്ളതെല്ലാം ഇപ്പോൾ വെള്ളത്തിന്റെ അടിയിലായിരിക്കുകയാണ്. ഇനി ഭൂമിയിൽ അവശേഷിപ്പിക്കുന്നതാണെങ്കിലോ വെറും വെള്ളം മാത്രമായതുകൊണ്ട് തന്നെ കാലക്രമേണ ഇതിൽ നിന്ന് അതിജീവിച്ച മനുഷ്യർ മുഴുവൻ ഇപ്പോൾ ഈ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ മുകളിലായിട്ടാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ കൂടി ഒഴുകി നടക്കുന്ന വീടുകളും കഴിക്കാൻ കടലിലെ മീനുകളും മറ്റും ചെടികൾക്കും മണ്ണിനും എല്ലാം ഇപ്പോൾ സ്വർണത്തേക്കാൾ വിലയുണ്ട്. കുടിക്കാനായിട്ട് ശുദ്ധജലമില്ലാത്തത് കാരണം മനുഷ്യർ അവരുടെ മൂത്രമാണ് ഫിൽറ്റർ ചെയ്ത് കുടിക്കാനായി ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകം മുഴുവൻ ഇപ്പോൾ കടൽ മാത്രമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ കടലിന്റെ ഇടയ്ക്ക് എവിടെയോ കുറച്ച് മണ്ണുള്ള പ്രദേശമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ കുറച്ച് ആൾക്കാർ ആ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇതുവരെ അത് ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഈ മൂവിയിലെ നായകനെയാണ്. മറൈൻ എന്നാണ് അവൻ്റെ പേര്. അവിടുന്നും ഇവിടുന്നും എല്ലാം കിട്ടിയ കുറേ വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ബോട്ടിലാണ് അവൻ ജീവിക്കുന്നത്. കുടിക്കാനായി ചെറിയൊരു കപ്പിൽ അവനവൻ്റെ മൂത്രം എടുക്കുന്നു. ശേഷം അതൊരു മെഷീൻ വഴി കുടിക്കാനുള്ള വെള്ളമായിട്ട് മാറ്റിയാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവൻ്റെ ബോട്ടിലായിട്ട് നാരങ്ങയുടെ ചെറിയൊരു മരം കൂടിയുണ്ട്. ഫിൽറ്റർ ചെയ്ത വെള്ളം അത് നനയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അവൻ ഉപയോഗിക്കുന്നത്. വിശപ്പടക്കാൻ വേണ്ടി കടലിലിറങ്ങി മീൻ പിടിച്ച ശേഷം റീയൂസ് ചെയ്യാൻ പറ്റിയ വേസ്റ്റുകൾ അവൻ കടലിൽ നിന്ന് കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊരിക്കൽ അവൻ ഡൈവ് ചെയ്ത് മുകളിലേക്ക് വരുന്ന സമയത്താണ് ഒരു ബോട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ കടകെട്ടി കച്ചവടം ചെയ്യാനായിട്ട് ഇപ്പോൾ മണ്ണൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലുള്ള കൊച്ചു ബോട്ടുകളിലായിട്ടാണ് കച്ചവടമൊക്കെ. അതുപോലെ കച്ചവടം നടത്തുന്ന ഒരാളാണ് ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നത്. മറൈൻ ആയിട്ട് കച്ചവടം നടത്തണം എന്നൊക്കെയുണ്ട്. പക്ഷേ അവന് തിരിച്ചു നൽകാനായിട്ട് അയാളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കേട്ടിട്ട് അവൻ എന്തോ ഒരു ഡൗട്ട് നോക്കിയപ്പോൾ അവൻ്റെ ചെടിയിലുണ്ടായിരുന്ന നാരങ്ങ മുഴുവൻ അയാൾ കട്ടെടുത്തിരുന്നു. അവൻ കടലിലേക്ക് ഡൈവ് ചെയ്തു പോയ സമയത്ത് പറ്റിച്ച പണിയായിരുന്നു അത്. ഇതേ സമയത്ത് തന്നെയാണ് കുറേ കൊള്ളക്കാർ കൂടി അങ്ങോട്ട് വരുന്നത്. എല്ലാവരും കൂടി മറൈനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ബോട്ട് വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും അതിന് ഒടുക്കത്തെ സ്പീഡായിരുന്നു. അതിൻ്റെ സ്പീഡ് കണ്ടിട്ട് ആ കൊള്ളക്കാർ പോലും അന്തം വിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. പകരം അവൻ്റെ നാരങ്ങ കട്ടുകൊണ്ടുപോയ ഒരാളിലെ അയാളെ ആയിരുന്നു ആ കൊള്ളക്കാർ പിടിക്കുന്നത്. അങ്ങനെ അവിടുന്ന് മറൈൻ നേരെ വരുന്നത് ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയിലേക്കായിരുന്നു. തകരങ്ങളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ചുറ്റുമതിലുള്ള ഒരു സിറ്റി. അവിടെ വന്നിട്ട് തനിക്ക് എന്തോ സാധനം വിൽക്കാനുണ്ടെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവൻ്റെ കയ്യിലിരുന്ന സാധനം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ അത് മണ്ണായിരുന്നു. നല്ല ശുദ്ധമായ മണ്ണ്. വളരെ അപൂർവമായിട്ട് മാത്രമായിരുന്നു അവർ മണ്ണ് കാണാൻ കിട്ടുന്നത്. അവൻ കൊണ്ടുവന്ന മണ്ണെന്നറിഞ്ഞതും അവിടെയുള്ള എല്ലാവരും അന്തം വിട്ട് അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടാണ് അവനെ അകത്തേക്ക് കയറ്റിവിടുന്നത്. അങ്ങനെ അവൻ കൊണ്ടുവന്ന മണ്ണ് അവൻ അവരെ കാണിക്കുന്നു. നിനക്ക് ഇവിടുന്ന് ഇത്രയും മണ്ണ് കിട്ടിയത് ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചതാ. അയാൾക്ക് ഇവിടുന്ന് ഈ മണ്ണ് കിട്ടിയത് അത് പറഞ്ഞില്ല. അങ്ങനെ അവർ ആ മണ്ണ് മേടിച്ച് അവരതിനുള്ള പൈസ അവന് കൊടുക്കുന്നു. അവന് കിട്ടിയ അത്രയും പൈസ കൊണ്ട് തന്നെ അവനൊരു തക്കാളി ചെടി മേടിക്കുന്നു.
അവൻ ആ ചെടി മേടിക്കുന്ന പെണ്ണാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക. ഹെലൻ എന്നാണ് അവളുടെ പേര്. അങ്ങനെ കച്ചവടമെല്ലാം കഴിഞ്ഞ് അവൻ തിരികെ തൻ്റെ ബോട്ടിലേക്ക് പോകാൻ നേരമാണ് ഒരു ഫാമിലി അവൻ്റെ അടുത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവരൊരു പെൺകുട്ടിയെ അവനെ കാണിക്കുന്നു. ഇവിടെ ഒരാൾക്ക് കൂടി കിടക്കാനുള്ള റൂമുണ്ട്. എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആകുന്നതുവരെ നീ ഇവിടെ തന്നെ നിൽക്കണം. പക്ഷേ അവൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അതുകാരണം അവർക്കൊരു ഡൗട്ട്, ഒരുപക്ഷെ അവൻ കൊള്ളക്കാരുടെ ചാരനോ മറ്റോ ആണെങ്കിലോ. അത് കാരണം അവരെല്ലാം കൂടി അവനെ തടഞ്ഞ് അവിടെ നിർത്തുകയാണ്. ആ സമയത്താണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരെ പോലുള്ള ചെവിയല്ല അവന്, മ്യൂട്ടേഷൻ സംഭവിച്ചു പോലുള്ള ചെവിയും കാലുകളുമായിരുന്നു അവന്. ഒരു പക്ഷേ വർഷങ്ങളായിട്ട് വെള്ളത്തിൽ മാത്രം ജീവിച്ചത് കൊണ്ട് പരിണാമം സംഭവിച്ചതായിരിക്കാം. പക്ഷേ അതിനെപ്പറ്റിയൊന്നും പടത്തിൽ പറയുന്നില്ല. അങ്ങനെ അവരെല്ലാം കൂടി ചെന്ന് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. തിരിച്ച് ഫൈറ്റ് ചെയ്യാനായി അവൻ നോക്കിയെങ്കിലും എല്ലാവരും കൂടി ഒരു വലയിട്ട് അവനെ പിടിക്കുന്നു. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഹെലനെയാണ്. അവളിപ്പോൾ ഒരു അപ്പൂപ്പനെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഗിർഗർ എന്നാണ് ആ അപ്പൂപ്പൻ്റെ പേര്. മാത്രമല്ല അയാൾ ഒരു സയന്റിസ്റ്റ് കൂടിയാണ്. ഇവരുടെ കൂടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്. എലോന എന്നാണ് ആ കുട്ടിയുടെ പേര്. അവളുടെ മുതുകിലായിട്ട് പച്ച കുത്തിയ രീതിയിൽ ഏതോ സ്ഥലത്തിൻ്റെ മാപ്പുണ്ട്. എല്ലാവരും കരുതിയിരിക്കുന്നത് അത് മണ്ണും മരങ്ങളുമുള്ള മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ ഏതോ ഒരു സ്ഥലത്തിൻ്റെ മാപ്പാണെന്നാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്കാർക്കും ആ മാപ്പ് മനസ്സിലാകുന്നതേയില്ല. മാത്രമല്ല ഈ പടത്തിലായിട്ട് ഒരു വില്ലനുണ്ട്, കൊള്ളക്കാരുടെ നേതാവായ വില്ലൻ. അയാളും ഈ കുട്ടിയെ അന്വേഷിച്ച് നടക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ അവളുടെ മുതുകിലുള്ള മാപ്പ് നോക്കി ആ സ്ഥലത്തെത്താൻ വേണ്ടി. വർഷങ്ങൾക്ക് മുമ്പ് ഹെലനെ എവിടുന്നോ നിന്നോ കിട്ടിയതാണ് ഇവളെ. അന്നു മുതൽ എലോനയെ വളർത്തുന്നത് ഇവൾ തന്നെയാണ്. മാത്രമല്ല അവളുടെ മുതുകിലുള്ള മാപ്പ് നോക്കി അതേ സ്ഥലത്ത് പോകാനാണ് ഇവരുടെയും പ്ലാൻ. എലോനയെ പറ്റി പറയുകയാണെങ്കിൽ അവൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പടം വരച്ചുകൊണ്ടിരിക്കും, മരങ്ങളുടെയും മൃഗങ്ങളുടെയും, അങ്ങനെ ഓരോരോ പടങ്ങൾ. എന്നാൽ അതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് ഇവർക്ക് ഒരു പിടുത്തവും കിട്ടില്ല. കാരണം ഇവർ മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് കാരണം എലോനയ്ക്ക് എന്തോ വട്ടാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ നേരം വെളുത്ത് മറൈനെ ഇപ്പോഴും അവർ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവനെ കൊന്നു കളയാനാണ് അവരുടെ പ്ലാൻ. അവിടെ ചതിപ്പ് പോലുള്ള എന്തോ ഒന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി നശിപ്പിക്കാൻ വേണ്ടി അവർ ഈ വെള്ളത്തിലേക്കാണ് ഇടുന്നത്. മറൈനെയും ഇതിൽ മുക്കിക്കൊല്ലാനാണ് അവരുടെ പ്ലാൻ. എന്നാൽ അതിനുവേണ്ടി ഇവർ ശ്രമിക്കുന്ന സമയത്താണ് ഒരുപാട് കൊള്ളക്കാരുടെ ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. നേരത്തെ ഒരു കൊള്ളത്തലവനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അയാളുടെ ഗ്രൂപ്പായിരുന്നു. ഡീഗൻ എന്നാണ് അയാളുടെ പേര്. എലോനയെ തേടിയാണ് അവർ വരുന്നത്. ആവശ്യം അവളുടെ മുതുകിലുണ്ടായിരുന്ന ആ മാപ്പ് തന്നെ. അങ്ങനെ ആ കൊള്ളക്കാർ അവിടേക്ക് വന്ന് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുവാൻ തുടങ്ങി. അവരുടെ കയ്യിലുണ്ടായിരുന്ന മിഷീൻ ഗൺസ് വെച്ച് അവർ ഒരുപാട് പേരെയും കൊല്ലുകയും ചെയ്തു. ഒടുക്കം അവരെല്ലാവരും കൂടി സ്വയം നിർമ്മിച്ച ഏണി വെച്ച് ആ സിറ്റിയിലേക്ക് കയറുകയും ചെയ്തു. അതേസമയം നമ്മുടെ സയന്റിസ്റ്റ് അപ്പൂപ്പനില്ലേ, അയാളുടെ കയ്യിൽ പറക്കുന്ന ഒരു ബലൂൺ ഉണ്ടായിരുന്നു. കൊള്ളക്കാരെ കണ്ടതും അയാൾ ആ ബലൂൺ വീർപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതും എലോനയും ഹെലനെയും ഒറ്റയ്ക്കാക്കിക്കൊണ്ട്. അതേ സമയത്ത് കൊള്ളക്കാർ വരുന്നത് കണ്ടതും മറൈൻ അവൻ കിടന്ന കൂട് പൊളിക്കാനായി നോക്കുകയാണ്. എന്നാൽ അത് തകർന്ന് നേരെ ആ വെള്ളത്തിലേക്ക് വീഴുന്നു. ദൂരെ മാറി നിന്ന് ഹെലനും കാണുന്നുണ്ടായിരുന്നു ഇത്. അത് കണ്ടതും അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷിക്കാം, പകരം ഞങ്ങളെ നിന്റെ കൂടെ കൊണ്ടുപോകണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് അവന് അതിന് സമ്മതിക്കുന്നു. രക്ഷപ്പെട്ട ഉടനെ തന്നെ അവൻ ഓടിച്ചെന്ന് അവൻ്റെ ബോട്ടിലേക്ക് കയറുന്നു. ഈ സമയം കൊണ്ട് ഹെലനും ഹെലോനയും ഗേറ്റ് തുറക്കാനായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗേറ്റ് തുറക്കുന്നതിനിടയിൽ അത് അവിടെ സ്റ്റെക്കായിട്ട് പോകുന്നു. മാത്രമല്ല ഹെലനും താഴെ വീഴാതെ ഇപ്പോൾ അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. ഇത് കണ്ടതും അവൻ അവൻ്റെ ഷിപ്പിലുണ്ടായിരുന്ന കയർ വെച്ച് പറന്ന് മുകളിലേക്ക് ചെല്ലുന്നു. ശേഷം ഗേറ്റ് തുറന്നിട്ട് ബോട്ടിലേക്ക് എടുത്ത് ഒരൊറ്റ ചാട്ടം. ഇത് കണ്ടതും ഹെലോനയും ഹെലനും കൂടി അവൻ്റെ കൂടെ എടുത്തു ചാടുന്നു. അങ്ങനെ ഇപ്പോൾ അവർ 3 പേരും കൂടി ബോട്ടിൽ പുറത്തേക്ക്. എന്നാൽ വില്ലന്മാർ വിടുമോ? അവരും ഇവരുടെ പുറകെ തന്നെയുണ്ട്. അതിൽ ഒരു ബോട്ടുകാരനാണെങ്കിൽ മിഷീൻ ഗണ്ണ് വെച്ചാണ് വെടിവെക്കുന്നത്. അതുകൊണ്ട് മറൈൻ തൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്ന ഒരു അമ്പെടുത്ത് ആ ബോട്ടിന് നേരെ വിടുന്നു. ശേഷം അവരുടെ ബോട്ട് തിരിച്ചതും വെള്ളത്തിലായതുകൊണ്ട് തന്നെ ആ ബോട്ട് അവിടെ കിടന്ന് തിരിയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അങ്ങേരിപ്പോൾ വെടിവെക്കുന്നത് ആകട്ടെ സ്വന്തം തലവർ ഇരിക്കുന്ന ബോട്ടിൻ്റെ നേരെയും.
അവർ എത്ര വിളിച്ചു കൂവിയിട്ടും അങ്ങേർ കേൾക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ഒടുക്കം ആ ബോട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ടിഗർ വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ടിരുന്നു. ഒരു വിധത്തിൽ അങ്ങേർ നീന്തി സിറ്റി അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞതോടെ എലോനയെ തപ്പി അവിടെയെല്ലാം നടക്കുകയാണ്. പക്ഷേ എത്ര തപ്പിയിട്ടും അവൾ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. ഒടുക്കം അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ജീവനിൽ പേടിച്ച് അവർക്കറിയാവുന്നതെല്ലാം അവർ പറയുകയും ചെയ്തു. പക്ഷേ അറിയേണ്ടതെല്ലാം അറിഞ്ഞതിന് ശേഷം അവരെ അങ്ങ് കൊന്നുകളയുകയും ചെയ്തു. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് മറീനെയാണ്. ഇപ്പോൾ ഇവർ മൊത്തം 3 പേരില്ലേ. അതുകൊണ്ട് തന്നെ കുടിക്കാൻ ആവശ്യത്തിന് വെള്ളമില്ല, കഴിക്കാൻ ഫുഡില്ല. അത് കാരണം എലോനയെ എടുത്ത് വെള്ളത്തിലേക്ക് എറിയാനാണ് അവൻ തീരുമാനം. അത് മനസ്സിലാക്കിയ ഹെലൻ ഓടി വന്ന് അവനെ തടയുന്നു. പക്ഷേ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നതേയില്ല. ഒടുക്കം അവളെ തന്നെ അവന് ഓഫർ ചെയ്യുന്നു. പക്ഷേ അവൻ അത് നിരസിക്കുകയാണ് ചെയ്തത്. പകരമായിട്ട് എലോനയെ അവിടെ നിൽക്കാൻ അനുവദിക്കുന്നു. എന്നാൽ ആ കൊച്ച് അവിടെ അടങ്ങിയിരിക്കേണ്ടേ? അത് അകത്ത് ചെന്ന് അവൻ്റെ ബോട്ട് മുഴുവൻ തപ്പുന്നതിൻ്റെ ഇടയ്ക്കാണ് കുറേ കളർ പെൻസിൽ കിട്ടുന്നത്. അത് വെച്ച് അവൾ ആ ബോട്ട് മുഴുവൻ പടം വരച്ച് വെക്കുന്നു. ഇത് കണ്ടതും അവന് വട്ടുപിടിച്ചില്ല എന്നേയുള്ളൂ. ആ ദേഷ്യത്തിൽ അവൻ അവളെ എടുത്ത് വെള്ളത്തിലേക്ക് ഒരൊറ്റ ഏറ്. എലോനയ്ക്കാണെങ്കിൽ നീന്താനും അറിയില്ലായിരുന്നു. ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ഹെലനും വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവളെ വന്ന് രക്ഷിക്കുന്നു. എന്നാൽ മറൈൻ ആണെങ്കിൽ ഈ തക്ക നോക്കി അവരെ 2 പേരെയും അവിടെ ഉപേക്ഷിച്ചു പോകാനാണ് നോക്കിയത്. പക്ഷേ എന്തോ അവരെ ഉപേക്ഷിക്കാൻ മനസ്സിലാത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ തിരികെ വരികയാണ്. അങ്ങനെ അവർ 2 പേരും ഇപ്പോൾ തിരികെ ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ആ സമയത്താണ് കൃത്യമായിട്ട് കൊള്ളക്കാരുടെ പ്ലെയിൻ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ മറൈനെ ബോട്ടിന് നേരെ വെടിവെക്കാൻ തുടങ്ങി. ഇത് കണ്ടതും തോക്ക് എടുക്കാനായിട്ട് അവൻ ബോട്ടിലേക്ക് പോകുന്നു. ഈ സമയത്താണ് അവിടെയായിട്ട് അമ്പിരിക്കുന്നത് അവൾ കാണുന്നത്. മറൈൻ വരുന്നതിന് മുമ്പ് തന്നെ അവൾ ആ അമ്പെടുത്ത് പ്ലെയിനിന് നേരെ എയ്യുന്നു. അതാണെങ്കിൽ കൃത്യമായിട്ട് കൊള്ളുകയും ചെയ്തു. അതോടെ ആ പ്ലെയിൻ ആണെങ്കിൽ ബോട്ടിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങാൻ തുടങ്ങി. അത് കാരണം ആ ബോട്ടിന്റെ തൂണ് ഏതാണ്ട് പിഴുതു വീഴാറായിട്ടുണ്ട്. അത് കണ്ടതും അവൻ ഓടി വന്ന് ആ കയർ കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ സമയത്ത് തന്നെയാണ് കൊള്ളക്കാർ കയർ കട്ട് ചെയ്തത്. അത് കാരണം ആ ഫോഴ്സിൽ അവൻ വെള്ളത്തിലേക്ക് തെറിച്ചു വന്നു വീഴുന്നു. അതോടെ ആ പ്ലെയിന് അവിടുന്ന് പോകുകയാണ്. അതേസമയം തൻ്റെ ബോട്ട് മുഴുവൻ ഈ പരുവം ആക്കിയതിൽ അവൻ നല്ല ദേഷ്യത്തിലാണ്. അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് അവൻ വന്ന് അവളുടെ മുടി മുഴുവൻ വെട്ടിക്കളയുന്നു. എലോന, നിങ്ങൾ എന്തുവാ ഈ ചെയ്തത്? അവൾ സോറി പറഞ്ഞില്ലേ? വല്ല കാര്യമുണ്ടായിരുന്നോ? ഒടുക്കം അവളുടെ മുടി അവൻ വെട്ടിക്കളയുന്നു. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം ആയിരിക്കുകയാണ്. ഇവരാണെങ്കിൽ 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. എന്നാൽ മറൈൻ ആണെങ്കിലോ അവൻ നേരത്തെ ഒരു തക്കാളി ചെടി വെച്ചില്ലേ, അതിലായിട്ട് പഴുത്ത ഒരു തക്കാളി ഉണ്ടായിരുന്നു. അത് പിച്ചിയെടുത്ത് കട്ട് ചെയ്ത് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയാണ്. ഇത് കണ്ട് വായിൽ വെള്ളമൂറിയിരിക്കുകയാണ് 2 പേരും. അവസാനമായിട്ട് അതിന്റെ ചാറെങ്കിലും നക്കാമെന്ന് വെച്ചാലോ അതുപോലും അവൻ അവർക്ക് കൊടുക്കുന്നില്ല. ഈ സമയത്തായിരുന്നു ഒരാൾ അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ കച്ചവടത്തിനായിട്ടാണ് വന്നത്. വന്ന ഉടനെ തന്നെ അയാൾ കുറച്ച് പേപ്പർ എടുത്ത് മറൈനെ കാണിക്കുന്നു. പക്ഷേ അയാൾക്ക് കുറച്ചു നേരത്തേക്ക് ഹെലനെയായിരുന്നു വേണ്ടത്. പേപ്പർ കിട്ടാൻ വേണ്ടി അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അവളുടെ സമ്മതം പോലും അവൻ ആവശ്യമുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാൻ, അവൻ്റെ ബോട്ടായി പോയില്ലേ. വേറെ വഴിയില്ലാതെ അവൾ അതിന് സമ്മതിക്കുന്നു. പക്ഷേ എന്തു പറ്റിയെന്നറിയില്ല. മറൈൻ അവന് മനസ്സ് മാറ്റുന്നു. അതുകൊണ്ട് ഈ ഡീലിന് സമ്മതമില്ലെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടതും അങ്ങേർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ആ ദേഷ്യത്തിന് അയാൾ ഒരു കത്തിയെടുത്ത് അവൻ്റെ ബോട്ട് മുഴുവൻ കുത്തിക്കീറുകയാണ്. കഴിഞ്ഞ ദിവസം എലോന ബോട്ടിൽ പടം വരച്ചു വെച്ചെന്ന് പറഞ്ഞ് അവളെ എടുത്ത് വെള്ളത്തിലിട്ട കക്ഷിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവനെ അവൻ വെറുതെ വിടുമോ? അങ്ങേരെ എപ്പോഴേ തട്ടിക്കളയുന്നു. ശേഷം അവന് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ അങ്ങേരുടെ ബോട്ടിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എലോനയും ഹെലനും വിശന്ന് ഒരു പരുവമായിട്ടുണ്ട്. ദേ, ഇതൊന്ന് ശരിയാക്കി തരുമോ? ഞാൻ ഇത് വെച്ച് മീൻ പിടിച്ചോളാം. എന്നാൽ അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് കൂടി ചെയ്യുന്നില്ല. ഇത് കണ്ടതും അവൻ മീൻ പിടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് എലോന അവനെ കളിയാക്കാൻ തുടങ്ങി. അത് കേട്ടതും അവന് നല്ല ദേഷ്യം വരുന്നു. എങ്കിൽ പിന്നെ മീൻ പിടിച്ചിട്ട് തന്നെ കാര്യം. ആ ദേഷ്യത്തിന് മീൻ പിടിക്കാൻ അവൻ വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. പെട്ടെന്നാണ് ഒരു രാക്ഷസ മീൻ അവനെ പിടിച്ച് വിഴുങ്ങുന്നത്. അതുകണ്ട് അന്തം വിട്ട് നോക്കുകയാണ് ഇവർ 2 പേരും. പക്ഷെ അവന് ഒന്നും പറ്റിയില്ല. അതേ മീനിനെ തന്നെയാണ് അവരിപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ അവൻ അവരോട് നല്ല ദേഷ്യത്തിലാണ് പെരുമാറിയത്. എങ്കിലും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അവരോട് 2 പേരോടും അവനിപ്പോൾ ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അവൻ അവർക്ക് കുടിക്കാനായിട്ട് വെള്ളം കൂടി കൊടുക്കുന്നു. മാത്രമല്ല അലോനയുടെ ഇഷ്ടത്തിന് പടം വരച്ചു എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് കളർ പെൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടാണ് ഹെലൻ എഴുന്നേൽക്കുന്നത്. ചെന്ന് നോക്കിയപ്പോഴോ മറൈൻ ആണെങ്കിൽ നമ്മുടെ എലോനയെ നീന്തൽ പഠിപ്പിക്കുകയായിരുന്നു. ഇത്രയും നാളായി അവൻ ഒറ്റയ്ക്ക് ജീവിക്കുകയല്ലായിരുന്നു. ഇപ്പോൾ അവനെ കൂട്ടിനായിട്ട് ഒരു ഫാമിലിയെ കിട്ടിയിരിക്കുകയാണ്. അത് കാരണം ഇപ്പോൾ അവനും ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ അവർ കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോഴാണ് ഒരു ഔട്ട് പോസ്റ്റ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെട്രോൾ പമ്പൊക്കെ ഇല്ലേ, അതുപോലെ ഒരെണ്ണം. പകരത്തിന് എന്തെങ്കിലും സാധനം കൊടുത്ത് അവിടുന്ന് പെട്രോൾ വാങ്ങുകയും ചെയ്യാം. അങ്ങനെ അവർ അതുവഴി പോകുന്ന സമയത്താണ് അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇവരെ കൈകാട്ടി വിളിക്കുന്നത് കാണുന്നത്. അത് കണ്ട് അങ്ങോട്ട് ലെൻസ് വഴി നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ അത് കൊള്ളക്കാരായിരുന്നു. പോസ്റ്റിലുള്ള എല്ലാവരെയും കൊന്ന ശേഷം അവരെ വെച്ച് ഇവർ ചെയ്ത പണിയായിരുന്നു. അത് മാത്രമല്ല വെള്ളത്തിന്റെ അടിയിലും ഇവരെ കാത്ത് കൊള്ളക്കാർ നിൽപ്പുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയതും അവർ പെട്ടെന്ന് തന്നെ അവന്റെ ബോട്ട് തിരിക്കുകയാണ്. അത് കണ്ടതും തൊട്ടുപുറകെ തന്നെ ആ കൊള്ളക്കാരും വരാൻ തുടങ്ങി. ഇപ്പോൾ സകല എണ്ണവും അവനെ പിടിക്കാനായി അവന്റെ പുറകെ ഇട്ട് ഓടിക്കുകയാണ്. ഒരു വിധത്തിലാണ് അവൻ എങ്ങനെയൊക്കെയോ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. മാത്രമല്ല വേഗത കൂട്ടാനായി അവന്റെ ബോട്ട് ഒരു പ്രത്യേക തരം പാരച്യൂട്ട് കൂടി ഉണ്ടായിരുന്നു. അത് ഓണാക്കിയതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് ഇപ്പോൾ ബോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വേഗത്തിൽ ആർക്കും അവനെ പിടിക്കാൻ പറ്റിയില്ല. അതേ സമയത്ത് ഇവിടെ ഹെലൻ ഇപ്പോൾ അവനോട് നല്ല ദേഷ്യത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇവരെ കൊണ്ട് ഔട്ട് പോസ്റ്റിലേക്ക് വന്നില്ലേ, അത് വേറൊന്നിനും വേണ്ടിയല്ല. ഇവരെ അവിടെ കൊടുത്തിട്ട് പകരം പെട്രോൾ മേടിക്കുക എന്നതായിരുന്നു അവൻ്റെ ഉദ്ദേശം. അതിപ്പോൾ അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അവരെന്തിനെ എലോനയെ പിടിക്കാനായിട്ട് വരുന്നത്? അവളുടെ മുതുകിലുള്ള ആ മാപ്പ് എന്തിനെ പറ്റിയാ? പക്ഷെ അവൾ അതിന് മറുപടി പറയുന്നില്ല. അതുകൊണ്ട് അവൻ ഒന്നുകൂടി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴാണ് അവൾ കാര്യം പറയുന്നത്. ആൾക്കാർ പറയുന്നത് അത് ഡ്രൈ ലാൻഡിലേക്കുള്ള വഴിയാണെന്നാണ്. ഡ്രൈ ലാൻഡ് എന്ന് വെച്ചാൽ ഇവർ തേടിപ്പോകുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരാണ്. അപ്പോൾ നീയൊക്കെ അതും വിശ്വസിക്കുവാണോ? അതൊക്കെ വെറും കെട്ടുകഥ മാത്രമാണ്. പക്ഷെ അവൾ അത് വിശ്വസിക്കുന്നില്ല. ഒടുക്കം അവനെ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവൻ അവളെ ഒരു വലിയ ബൗൾ പോലുള്ളതിലേക്ക് കയറ്റിയതിനു ശേഷം അവളെ കൊണ്ട് കടലിനടിയിലേക്ക് പോവുകയാണ്. മറൈനെ പിന്നെ കടലിനടിയിലും ശ്വസിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവൻ അവളെ കടലിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവൾ അവിടെ കണ്ട കാഴ്ച അത് അവളെ ശരിക്കും ഞെട്ടിച്ചു കളയുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ലോകമില്ലേ, ടെക്നോളജികളും കമ്പ്യൂട്ടറുകളും ബിൽഡിങ്ങും എല്ലാമുള്ള ഈ ലോകം, അത് മുഴുവൻ ആ കടലിന്റെ അടിയിൽ കിടക്കുമായിരുന്നു. ഇത്രയും നാളും അവർ തേടിക്കൊണ്ടിരുന്ന ആ ഭൂമി അത് മുഴുവനും ഇത്രയും നാളും ഈ കടലിന്റെ അടിയിലാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൾ ശരിക്കും ഷോക്കായി പോകുന്നു. തുടക്കത്തിൽ മറൈൻ വിൽക്കാനായിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്നില്ലേ, ആ മണ്ണ് ഉൾപ്പെടെ അവൻ ഇവിടുന്ന് എടുത്തു കൊണ്ടുവന്നതായിരുന്നു. അതേ സമയത്ത് ഇവിടെ ഇവർ വരുന്നത് കാത്ത് മുകളിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് എലോന. ആ സമയത്ത് വെള്ളത്തിൽ എന്തോ അനങ്ങുന്നതായിട്ട് അവൾ കാണുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് മറൈനെയും ഹെലനെയും മുകളിലേക്ക് വരുന്നു. അപ്പോഴാണ് അവർക്ക് ചുറ്റിനും കൊള്ളക്കാർ വളഞ്ഞിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായത്. ഒടുക്കം ഇവർ രണ്ടുപേരെയും അവർ കയ്യോടെ പിടിക്കുന്നു. ആ പെൺകുട്ടി എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ ഈ ബോട്ട് ഞങ്ങൾ കത്തിക്കും. പക്ഷേ അവർ എന്തൊക്കെ ചോദിച്ചിട്ടും ഇവർ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അത് കാരണം എലോനയെ പറ്റിക്കാനായിട്ട് അവർ തോക്കെടുത്ത് മുകളിലേക്ക് വെടിവെച്ചതും മറൈനെയും ഹെലനെയാണ് അവർ ഷൂട്ട് ചെയ്തത് എന്ന് വിചാരിച്ച് എലോന പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. അതോടെ അവർ അവളെ പിടിക്കുക ശേഷം മറൈനെയും ഹെലനെയും കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിനടിയിലേക്ക് ചാടി അവർ രണ്ടുപേരും രക്ഷപ്പെടുന്നു. അവനെ വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി കൂടി അവനാണ് ശ്വാസം എടുക്കുന്നത്. അങ്ങനെ കൊള്ളക്കാരെല്ലാം പോയി കഴിഞ്ഞതും അവർ തിരികെ മുകളിലേക്ക് വരുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ്റെ ബോട്ട് മുഴുവനും അവർ കത്തിച്ചു കളഞ്ഞിരുന്നു. അതേ സമയത്ത് ഇവർ ഇപ്പോൾ എലോനയെ കൊണ്ട് സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് അവൾ അവളോട് നൈസായി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഈ കളർ പെൻസിൽ കണ്ടോ മോളെ, എന്നെ സഹായിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ മോൾക്ക് തരാം. പക്ഷേ അവൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹെലനെയും മറൈനെയുമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പെട്ടുകിടക്കുകയാണ് രണ്ടുപേരും. അന്ന് എലോനയെ കടലിലേക്ക് എറിയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ നിനക്ക് ഓഫർ ചെയ്തില്ലേ, അന്ന് എന്തുകൊണ്ടാണ് നീ ആ ഓഫർ സ്വീകരിക്കാതിരുന്നത്? കാരണം അന്ന് നിനക്കെന്നെ ഇഷ്ടമല്ലായിരുന്നു.
അവന്റെ മറുപടി കേട്ടതും അവൾക്ക് ആകെ സങ്കടമാകുന്നു. കൂടെ തന്നെ അവനോട് ഇഷ്ടവും തോന്നുന്നു. അങ്ങനെ അവിടെ വെച്ച് രണ്ടുപേരും ഒന്നിക്കുകയാണ്. സമയം കുറെ കൂടി കടന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു എത്തും പിടിയും ഇല്ലാതിരിക്കുന്ന സമയത്ത് ദേവദൂതനെ പോലെ ആ അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് വരുന്നു. ആരാണെന്ന് വെച്ചാൽ നേരത്തെ ബലൂണിൽ രക്ഷപ്പെട്ട നമ്മുടെ സയന്റിസ്റ്റ് അപ്പൂപ്പനില്ലേ, അതേ അപ്പൂപ്പൻ തന്നെ. അതോടെ അവർ ബലൂണിൽ കയറി അപ്പൂപ്പന്റെ കൂടെ പോവുകയാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തുടക്കത്തിലെ കൊള്ളക്കാർ ആക്രമിക്കുന്ന സമയത്ത് ഫ്ലോട്ടിംഗ് സിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട കുറേ പേർ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് താമസിക്കുന്നത്. അത് കണ്ടതും അവർ അവിടെ വരുന്നു. അങ്ങനെ അന്നത്തെ രാത്രിയിൽ അവർ താമസിക്കുന്നത് അവിടെയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയും നാളും ഡ്രൈലാൻഡ് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ആ കപ്പലിലുള്ള ആൾക്കാരെ മുഴുവൻ അയാൾ പറ്റിക്കുകയായിരുന്നു. അത് കാരണം ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ബഹളം വെക്കാൻ തുടങ്ങി. അത് കാരണം അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അയാൾ ഒരു കള്ളം പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ അയാൾ ഡ്രൈലാൻഡിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു എന്ന്. അവർ വിശ്വസിക്കാൻ വേണ്ടി എലോനയെ കൊണ്ടുവന്ന് അവളുടെ മുതുകിലുള്ള മാപ്പ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതോടെ അയാൾ പറഞ്ഞത് അവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നു. എല്ലാവരും ഇപ്പോൾ ഒടുക്കത്തെ ഹാപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ടേക്ക് കപ്പൽ എടുക്കുവാൻ അയാൾ ഉത്തരവിടുന്നു. അപ്പോൾ എല്ലാവരും ചേർന്ന് ആ കപ്പൽ അങ്ങോട്ടേക്ക് തുഴയുകയാണ്. അതേസമയം ഈ തക്കം നോക്കി മറൈൻ ഡിഗറിന്റെ അടുത്തേക്ക് വരുന്നു. എനിക്ക് ഈ കുട്ടിയെ മാത്രം മതി, അവളെ എൻ്റെ കൂടെ വിടണം. എന്നാൽ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. അത് കേട്ട് അവൻ ഒരു പ്ലെയർ കയ്യിലേക്ക് എടുക്കുന്നു. അവനത് ഓയിൽ ടാങ്കിന്റെ അടുത്തേക്ക് നീട്ടി പിടിച്ചിരിക്കുകയാണ്. ഞാനത് താഴേക്കിട്ടാലുണ്ടല്ലോ ഈ കപ്പൽ മുഴുവൻ കത്തി നശിക്കും. അത് കേട്ട് അങ്ങേർ ശരിക്കും പേടിച്ചു പോകുന്നു. നീ അത് ഒരിക്കലും താഴെ ഇടാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? കാരണം നിനക്ക് വട്ടില്ല. അത് കേട്ടതും അവനെ അപ്പോൾ തന്നെ താഴേക്കിടുന്നു. അതോടെ ആ കപ്പൽ മുഴുവൻ പൊട്ടിത്തകരുകയാണ്. സകല എണ്ണവും ജീവന് വേണ്ടി കിടന്ന് ഓടാൻ തുടങ്ങി. ഒടുക്കം ഒരു വിധത്തിൽ മറൈൻ ഓടി എലോനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഡിഗർ അവളെയും കൊണ്ട് അവിടുന്ന് പോയിരുന്നു. എവിടേക്കാണെന്ന് വെച്ചാൽ അയാൾക്ക് ഒരു കൊച്ചു പ്ലെയിൻ ഉണ്ട്. അതിൽ കയറി അവളെയും കൊണ്ട് രക്ഷപ്പെടാനാണ് അയാളുടെ പ്ലാൻ. കണ്ടതും അവനും ആ പ്ലെയിനിന്റെ പുറകെ പോകുന്നു. ശേഷം അവന്റെ കയ്യിൽ ഒരു കമ്പ് പോലെ ഒന്നുണ്ടായിരുന്നു. അത് കയറിൽ കൊളുത്തി അവൻ ആ പ്ലെയിനിന്റെ നേർക്കെറിഞ്ഞതും ആ പ്ലെയിനിന്റെ വീലടക്കം ഇളകിപ്പോരുന്നു. അതോടുകൂടി അത് അവിടെ തകർന്നു വീഴുകയാണ്. അങ്ങനെ അവൻ ഓടിച്ചെന്ന് എലോനയെ രക്ഷിക്കുന്നു. പക്ഷേ എങ്ങോട്ട് പോകും? കപ്പൽ മുഴുവൻ തകർന്ന് തരിപ്പണമായില്ലേ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പൂപ്പൻ വീണ്ടും ആ ബലൂണുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവരിട്ട് കൊടുത്ത കയറിൽ പിടിച്ച് തൂങ്ങി അവർ അതിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ദേ വരുന്നു തൊട്ടുപുറകെ ഡിഗനും അങ്ങേര് വന്ന് എലോനയുടെ കാലിലായിട്ടാണ് കയറി പിടിക്കുന്നത്. അത് കണ്ടതും ഹെലൻ ആണെങ്കിൽ ഒരു കുപ്പിയെടുത്ത് അങ്ങേരുടെ മണ്ടക്കിട്ട് ഒരൊറ്റയേറ്. അതോടെ ഇതേ കിടക്കുന്നു വെള്ളത്തിൽ. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ബലൂണിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നാൽ ഇത് കണ്ടതും ഡീഗൻ ആണെങ്കിൽ ഒരു തോക്കെടുത്ത് ബലൂണിന് നേരെ വെടിവെക്കുന്നു. ഇതോടെ ബലൂണിന്റെ ഒരു കയറ് പൊട്ടി എലോന നേരെ വെള്ളത്തിലേക്ക് വന്നു വീഴുകയാണ്. തൊട്ടുപുറകെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സകല കൊള്ളക്കാരും അവളെ പിടിക്കാനായിട്ട് പാഞ്ഞെടുക്കുന്നു. എന്നാൽ ഇത് കണ്ടതും മറൈൻ ആണെങ്കിൽ ഒരു കയറെടുത്ത് അവന്റെ കാലിൽ കെട്ടുന്നു. എന്നിട്ട് താഴേക്ക് എടുത്ത് ഒരൊറ്റ ചാട്ടം. ശേഷം കൊള്ളക്കാർ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എലോനയെ പൊക്കിയെടുക്കുന്നു. അതോടെ അവന്മാരുടെ ബോട്ടുകളെല്ലാം കൂടി അവിടെ കൂട്ടിയിടിക്കുന്നു. അതോടുകൂടി ഇപ്പോൾ സകല കൊള്ളക്കാരും ചത്തിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പനെ എലോനയുടെ ദേഹത്തുള്ള മാപ്പ് മനസ്സിലായിരിക്കുകയാണ്. അവളുടെ ടാറ്റുവിലുള്ള എന്തോ ഒരു നമ്പറൊക്കെ വെച്ച് അയാൾ അത് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അവരിങ്ങനെ പറക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പക്ഷി അവരുടെ ബലൂണിലായിട്ട് വന്നിരിക്കുന്നത്. അത് കണ്ടതും എല്ലാവരും പെട്ടെന്ന് തന്നെ താഴേക്ക് നോക്കുന്നു. ആ കാഴ്ച കണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ വൃക്ഷങ്ങളൊക്കെ കാണുകയാണ്. ഇത്രയും നാൾ എല്ലാവരും തേടി നടന്ന ആ മണ്ണ് അതിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ അവരിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവർ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. മാത്രമല്ല അവർക്ക് കുടിക്കാനായിട്ട് അവിടെ ശുദ്ധജലവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഒടുക്കത്തെ ഹാപ്പി. കുറച്ചുകൂടി അകത്തേക്ക് ചെന്നപ്പോഴാണ് അവർ അവിടെയായിട്ട് 2 കുടിലുകൾ കാണുന്നത്. അത് കണ്ട് അവർ ഓടി അകത്തേക്ക് ചെന്നപ്പോഴോ അവിടെ കട്ടിലായിട്ട് 2 അസ്ഥികൂടങ്ങൾ കിടപ്പുണ്ടായിരുന്നു. എന്തോ അസുഖം വന്നാണ് അവർ മരിച്ചത്. അത് കാരണം തൻ്റെ കുഞ്ഞിനെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് കരുതി എലോനയുടെ ദേഹത്ത് ഈ സ്ഥലത്തിൻ്റെ മാപ്പ് പച്ച കുത്തിയതിനു ശേഷം
അവളെ വെള്ളത്തിലേക്ക് ഒഴുക്കിവിടുന്നു. അങ്ങനെയാണ് ഹെലന് അവളെ കിട്ടുന്നത്. ഈ സമയത്താണ് ഹെലോന അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അന്നേരമാണ് കുഞ്ഞായിരുന്നപ്പോൾ അവൾ ഉപയോഗിച്ച മ്യൂസിക് ബോക്സ് അവൾക്ക് കിട്ടുന്നത്. അത് കണ്ട ഉടനെ അതവൾ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അവർ തിരികെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടെയായിട്ട് ഒരുപാട് കുതിരകളെ കൂടി അവർ കാണുന്നത്. അതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ കാണുന്ന കാഴ്ചയായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒടുക്കത്തെ ഹാപ്പിയാണ്. പക്ഷേ മറീന് മാത്രം അത്ര അങ്ങോട്ട് സന്തോഷമില്ല. കാരണം അവൻ ജീവിച്ച് പഴകിയത് മുഴുവൻ വെള്ളത്തിലല്ലേ. മാത്രമല്ല പരിണാമം സംഭവിച്ച മനുഷ്യൻ കൂടിയാണ്. അതൊക്കെ കൊണ്ടുകൂടി വെള്ളത്തിൽ ജീവിക്കാനാണ് അവന് ഏറ്റവും ഇഷ്ടവും. അങ്ങനെ അവനിപ്പോൾ തിരികെ പോകുകയാണ്. അവിടെയായിട്ട് ഒരു തോണിയും കൂടി ഉണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ചെടികളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം എടുത്തുകൊണ്ടാണ് ആള് പോകുന്നത്. പക്ഷേ അവൻ പോകുന്നതിനോട് ഹെലന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെപ്പോലെ ആരെങ്കിലും ഞാൻ കണ്ടുമുട്ടിയാൽ അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് പറഞ്ഞ് അവൾക്കൊരു കിസ് കൊടുത്തതിന് ശേഷം അവൻ അവിടെ നിന്ന് പോവുകയാണ്. മാത്രവുമല്ല എലോനയും ഹെലനും കൂടി മലയുടെ മുകളിൽ കയറി ഇവനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് ഇവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ ചവിട്ടി നിൽക്കുന്നത് ഏതോ ഒരു ഫലകത്തിനകത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മല ഏതാണ്? അത് മൗണ്ട് എവറസ്റ്റ് അല്ലേ? അതിന്റെ മുകളിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. ബാക്കി മുഴുവൻ വെള്ളത്തിന്റെ അടിയിലാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1953 ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആൾക്കാരുടെ പേരാണ്. മൗണ്ട് എവറസ്റ്റ് എന്താണെന്ന് പോലും അവർക്കറിയില്ലല്ലോ. അങ്ങനെ ആ സീൻ വെച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂമി മൊത്തം വെള്ളം കയറിയപ്പോഴും നമ്മുടെ എവറസ്റ്റിൽ മാത്രം വെള്ളം കയറിയില്ല. ജീവന്റെ അംശം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. അവിടെയാണ് ഇവർ എത്തിച്ചേർന്നത്.